എല്ലാ മാധ്യമപ്രവർത്തകർക്കും കേരള കോൺഗ്രസ് എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം. കേരള കോൺഗ്രസ് എം തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനം 18-19 തീയതികളിൽ നടക്കുകയാണ്. 18-ാം തീയതി 2:30 3 മണിയോടുകൂടി പ്രതിനിധികളുടെ പ്രകടനം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ എത്തുന്നതോടെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. മുഖ്യ പ്രഭാഷണം മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തും. അതേപോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഴുവൻ MLA-മാരും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുന്നു. എൻ്റെ പേര് സഹായദാസ്. ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ഇത് CR സുനു, കേരള കോൺഗ്രസ് എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി. അതുപോലെ ഗോപൻ, പോത്തങ്കോട് ഗോപൻ ജനറൽ സെക്രട്ടറി. ഇത് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ഇത് കർഷക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാഫിസ്. ഇത് ഞങ്ങൾ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് പീറ്റർ കുലാസ്. പിന്നെ TP സുരേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം. അതുപോലെ സിജു സംസ്ഥാന കമ്മിറ്റി അംഗം. അങ്ങനെ ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതേപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ആ രീതിയിൽ എല്ലാ നിയോജകമണ്ഡലം കമ്മിറ്റികളും ആക്റ്റീവായി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വൻ വിജയമാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അതിന് മാധ്യമപ്രവർത്തകരെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതിനു വേണ്ടിക്കൂടെയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. നാളെ 3 മണിയോടുകൂടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രതിനിധി പ്രകടനം ആരംഭിക്കും. 4 മണിയോടുകൂടി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിലെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും സമ്മേളനം. അത് കർഷകരെ ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും ആ ബില്ലിലുണ്ടാകുക. കർഷകർക്ക് ഇപ്പോൾ കർഷകർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. ഒരല്പ പ്രൊട്ടക്ഷൻ കൂടെ കർഷകർക്ക് കേന്ദ്ര നിയമമുണ്ട്. അതാണ് ഒന്നാമതായിട്ട് മാറ്റേണ്ടത്. പക്ഷേ അതിനെ മാറ്റാതെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ആ രീതിയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് കൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ആ ബില്ല്. ഞങ്ങളുടെ അഭിപ്രായം ഈ വന്യമൃഗങ്ങളെ കൊന്നു കളയുന്നത് പകരം കൊന്നതിന് ശേഷം മണ്ണെണ്ണ ഒഴിച്ച് സംസ്കരിക്കണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ അക്രമികളായ വന്യമൃഗങ്ങൾ ഭക്ഷ്യയോഗ്യമാണെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം അത് ഭക്ഷ്യയോഗ്യമാണെങ്കിൽ അത് ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടി ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ നാളത്തെ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നു.